കുട്ടികൾ എന്നുള്ള ആഗ്രഹം പറയാന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണം എന്നല്ലേ. രാത്രി വെറുതെ റീലും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം 10:30 ആയിട്ടുണ്ടായിരുന്നു. അക്ക വന്ന് പറയാ, എനിക്ക് നാളെ മുല്ലപ്പൂ വയ്ക്കണം എന്നൊരാഗ്രഹമുണ്ട്, ഇപ്പൊ പോയി വാങ്ങിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വൈ നോട്ട്, ഞാനിവിടെ ഇല്ലേ, നമുക്ക് പോയി വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും നേരെ ഇറങ്ങി മുല്ലപ്പൂ വാങ്ങാൻ. നമ്മുടെ ജാസ്മിൻ ഇവിടെ മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ വേറെ എന്തോ പൂവാ, മല്ലിപ്പൂ എന്നാ പറയാ. വാട്ട് എവർ, സാധനം മനസ്സിലായില്ലേ, ആ പൂവ്. ഞാനും ഈ മുല്ലപ്പൂവൊക്കെ വെച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു ചെറിയ കുട്ടിയാകുന്ന സമയത്ത്. ചെറിയ കുട്ടി പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ചെറിയ കുട്ടിയാണ്, അതല്ല ഉദ്ദേശിച്ചത്. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ മുല്ലയുടെ സീസൺ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും, ഞാനും അനിയത്തിയൊക്കെ ഇറങ്ങും, എവിടെ കിട്ടും നമുക്ക് മുല്ലയുടെ മുട്ട്, എന്നിട്ട് വന്ന് സൂചി നൂലൊക്കെ എടുത്ത് കോർത്ത് സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ വെച്ച് പോകുന്ന ഒരു കാലം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. പിന്നെ അത് പതുക്കെ കുറഞ്ഞ് ഇങ്ങനെ മാരേജ് ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം മുല്ലപ്പൂ ഇടുന്ന രീതിക്ക് പിന്നെ മാറി. എന്നൊക്കെ മുല്ലപ്പൂ കോർത്ത് തരാനുള്ള മടിക്കോ ഇനിയിപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷന് മുല്ല തികയാഞ്ഞ സിറ്റുവേഷൻസ് വരുമ്പോഴൊക്കെ അമ്മ പറയായിരുന്നു, മുല്ലപ്പൂ ഒന്ന് വെക്കുന്നത് നല്ലതല്ല, തലയിൽ പേന് വരും എന്ന് പറയുമായിരുന്നു. ഇങ്ങനെ നടന്നാണ് സിറ്റുവേഷനിൽ ഇപ്പോൾ മുല്ലപ്പൂ വെക്കുന്നില്ലേ, ഒരു പൂ വെച്ചൊക്കെ നല്ല രസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പ്രഷർ ചെയ്യുന്ന രീതിയിലേക്ക് കാലം മാറിപ്പോയി. ഇപ്പോൾ ഇതൊക്കെ പോട്ടെ, ഇനി ഇതൊക്കെ വെക്കാൻ തലയിൽ മുടി വേണ്ടേ, ഇപ്പം അതില്ല, അന്ന് അതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എന്തായാലും മുല്ലപ്പൂ വാങ്ങിക്കാൻ പോയപ്പോൾ പിന്നെ ഒക്കെ ഇങ്ങനെ തിരഞ്ഞു നോക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല, പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു, ടക്കെന്ന് പരിപാടി തീർന്നു. നേരെ പോയി സാധനം വാങ്ങി ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോരുന്ന വഴിക്ക് കുൾഫി ഷോപ്പുണ്ട്. ഇനി ഇത്രയും ദൂരം പോയിട്ട് കുൾഫി കഴിക്കാണ്ട് പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ. അത് വിചാരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ 2 കുൾഫി കൂടി പാഴ്സൽ വാങ്ങിച്ചിട്ട് റൂമിലേക്ക് വന്നു. റൂമിൽ വന്നിട്ട് എന്തോ തിരക്കിൽ പെട്ടത് കാരണം ഞാൻ ഈ കുൾഫി കഴിക്കാൻ മറന്നുപോയി. കുറച്ച് മെൽട്ടായി, പക്ഷെ സാരമില്ല, നമുക്കതൊരു വിഷയമല്ലല്ലോ. ഞാൻ ആ മെൽട്ടായത് എടുത്തുനിന്ന് കുടിക്കുകയും ചെയ്തു, ബാക്കി ഇരുന്ന് കഴിക്കുകയും ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.